ചാപ്റ്റർ 5 ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻ്ററി സോഴ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻ്ററി സോഴ്സ് അതിൽ രണ്ടായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ഇൻഡിവിജ്വൽ ഡോക്യുമെൻ്റ് ആൻഡ് പബ്ലിക് ഡോക്യുമെൻ്റ്. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ്, these are the documents which are recorded by individuals. A person records his thoughts and views about various problems either in diary or in notebooks. Later it becomes documents for subject of study. It may be an indispensable document to the researcher. ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസും കളക്ട് ചെയ്യുന്നതാണ്. അതായത് ഒരു വ്യക്തി അയാളുടെ തോട്ട്സും വ്യൂസും പ്രോബ്ലംസും ഒക്കെ ഒരു ഡയറിയിലോ മറ്റോ നോട്ട് ചെയ്ത് ഡയറിയിലോ നോട്ട്ബുക്കിലൊക്കെ നോട്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സിനെയാണ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് ഒരു റിസർച്ചർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതിനെയാണ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി കൈൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ് അതിൽ 4 എണ്ണമാണ് വരുന്നത്: ലൈഫ് ഹിസ്റ്ററി, ഡയറി, ലെറ്റർ, മെമ്മറി. ഇതിൽ ഫസ്റ്റായിട്ട് വരുന്നത് ലൈഫ് ഹിസ്റ്ററി. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ കൈൻഡ്സ് ഓഫ് ബയോഗ്രാഫിക്കൽ ഇൻഫോർമേഷൻ. ഇറ്റ് ഈസ് ആൻ autobiography. In that sense it consists of report and views about social and personal events. ലൈഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അയാളുടെ ബയോഗ്രാഫിക്കൽ ഇൻഫോർമേഷൻ, അതായത് അയാളുടെ ഓട്ടോബയോഗ്രഫിയാണ്. അതായത് അയാളുടെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സും വ്യൂസും പിന്നെ അയാളുടെ സോഷ്യൽ ആൻഡ് പേഴ്സണൽ ഇവൻറ്റ്സ് അങ്ങനെ ആയിട്ടുള്ള എല്ലാതും ലൈഫ് ഹിസ്റ്ററിയുടെ അകത്താണ് വരിക. അടുത്തത് ഡയറി. എ നമ്പർ ഓഫ് പീപ്പിൾ കീപ് ഡയറീസ് ടു റെക്കോർഡ് സർട്ടൈൻ ഇവൻറ്റ്സ്, ഡേ ടു ഡേ അഫെയർസ്. അതായത് ഡയറിയിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഡേ ടു ഡേ അഫെയർസ്, അത് അയാളുടെ ഫീലിങ്സ്, റിയാക്ഷൻസ്, അതുപോലെ തന്നെ ഇവൻറ്റ്സ്, അതൊക്കെയാണ് ഡയറിയിൽ വരുന്നത്. അയാളുടെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻസ് ആവും ഡയറിയിൽ ഉണ്ടായിരിക്കുന്നത്. Next, letter. It provides intimation about the stand taken by the concerned individual related to the problems. So it gives an ideas about the attitude of that individuals and trends of his mind. ഒരു ലെറ്ററിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽസിനെ റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് അയാളുടെ ആറ്റിറ്റ്യൂഡ്, മൈൻഡിൻ്റെ ട്രെൻഡ്സുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു റൈറ്റർ അതിനകത്ത് പ്രധാനമായിട്ടും എഴുതിയിട്ടുണ്ടാവുക. ഈ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പവർഫുള്ളും യൂസ്ഫുള്ളും ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോഷ്യൽ പ്രോബ്ലംസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പവർഫുൾ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഈ ലെറ്ററിനകത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഈ ലെറ്റർ സ്റ്റഡി ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടും അപ്രോപ്രിയേറ്റായിട്ടും ഉള്ള കാര്യങ്ങൾ വേണം സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ്, മെമ്മറീസ്. Certain peoples will write their memories concerned with certain events, travels and other significant phenomena. These memories provide material for study of the social phenomena. മെമ്മറീസിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത് അയാളുടെ ട്രാവൽ അല്ലെങ്കിൽ ഇവൻറ്റ്സ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിനോമിനാസ് ആയിരിക്കും. പ്രധാനമായിട്ടും ഈ ഒരു മെമ്മറീസിൻ്റെ അകത്ത് ഇതാണ് വരുന്നത്. അടുത്തത് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ആണ്. അതിൽ 2 ടൈപ്പ് വരുന്നുണ്ട്: പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സ്. പബ്ലിക് റെക്കോർഡ്സിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് പബ്ലിഷ്ഡ് റെക്കോർഡ്സ് ആണ്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ് ആൻഡ് മാഗസിൻസ്, പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്, സർവേ റിപ്പോർട്ട്സ് ആൻഡ് കേസ് ഹിസ്റ്ററീസ്. ഇതിൻ്റെ അകത്ത് വരുന്നത് പ്രധാനമായിട്ടും ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ്, മാഗസിൻസ്, അതുപോലെ തന്നെ പബ്ലിക് റെക്കോർഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്, സർവേ റിപ്പോർട്ട്സ് ആൻഡ് കേസ് ഹിസ്റ്ററീസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്.
Next, newspapers. Information published in newspapers such as editorial discussions or news on contemporary issues. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ എഡിറ്റോറിയൽ ഡിസ്കഷൻസ്, അതുപോലെ പലതരത്തിലുള്ള റിപ്പോർട്ട്സ്, എസ്സേ, ലെറ്റേഴ്സ്, എല്ലാം വാല്യുബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഇൻഫോർമേഷനും സോഷ്യൽ റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ന്യൂസ് പേപ്പേഴ്സ് വഴിയാണ് കിട്ടുന്നത്. ജേർണൽസ് ആൻഡ് മാഗസിൻസ്. These are one of the important sources of information. It includes wide variety of informations which can be utilized for social research. ഇതിലെന്താണ് പറയുന്നത് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇൻഫോർമേഷൻസും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഈ ജേർണൽസിൻ്റെ കൂടെ കിട്ടും. പബ്ലിക് റെക്കോർഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. These are the most relatable source of data. It includes census reports, annual statistical report published by various authorized business and legal papers, provides useful data for study. നമുക്കറിയാം നമ്മുടെ റിലയബിൾ ആയിട്ട് വേണ്ട സെൻസസ്, ആനുവൽ സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട്, പലതരത്തിലുള്ള ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട്സും ഡാറ്റകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെഫിനിഷനായിട്ടുള്ള കാറ്റഗറീസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് കിട്ടാനുള്ള പബ്ലിക് റിക്കവേർഡ് അലവൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റാസാണ് തരുന്നത്. അടുത്ത പോയിന്റ്, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്. ദിസ് ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ്സ് ഡാറ്റ ഓർ ഇവൻറ്റ്സ് ഓഫ് ദ പാസ്റ്റ്. മാൻസ്ക്രിപ്റ്റ്സ്, palm sleeves, copper plates, stone inscriptions, etc. are coming under this category. ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ്. അതായത് പണ്ട് കാലങ്ങളിലുള്ള മാൻസ്ക്രിപ്റ്റ്സ്, പാം ലീംസ്, കോപ്പർ പ്ലേറ്റ്സ്, അത്തരത്തിലുള്ള കാറ്റഗറീസാണ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സിൽ വരുന്നത്. അതർ സോഴ്സസ്. അപ്പാർട്ട് ഫ്രം ദ എബവ് documents, films, televisions, radio and public speeches are also contributing as the source of information. It supplies information related to contemporary issues. അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫിലിം, ടെലിവിഷൻ, റേഡിയോ, ഇതിലൊക്കെയുള്ള സംസാരങ്ങൾ, പലതരത്തിലുള്ള സംസാരങ്ങൾ, നമുക്ക് പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ആവും നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത്. നമുക്ക് വേണ്ടതുമായ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കണ്ടംപററി ഇഷ്യൂസ് അതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് അത് നമ്മളുടെ റിസർച്ചേഴ്സിന് വേണ്ടി യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കൂടി ഈ ഫിലിം, റേഡിയോ എന്നതിൽ പോലെ നമ്മളും ഇവിടെ സോഴ്സ് കളക്ട് ആക്കേണ്ടതുണ്ട്.